തൃശൂർ ജില്ലയിലെ ഇടതുപക്ഷ കോട്ടകളിലൊന്നാണ് കുന്നംകുളം. ശക്തമായ CPM നേതാക്കൾ വിജയിച്ചു കയറുന്ന ഒരു മണ്ഡലം. മുൻ മന്ത്രി AC മൊയ്തീനാണ് സിറ്റിംഗ് MLA. KK രമയുടെ RMB പാർട്ടി കുന്നംകുളം സീറ്റ് വേണമെന്ന് UDFിൽ ആവശ്യപ്പെട്ടെങ്കിലും ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് തന്നെ ഈ സീറ്റിൽ മത്സരിക്കും. 2026 സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിച്ചാൽ UDFിന് വേണ്ടി കോൺഗ്രസ് പരിഗണിക്കുന്നത് 2 വനിതാ സ്ഥാനാർത്ഥികളെയാണെന്നുള്ള പ്രത്യേകത ഇത്തവണയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായ സോയ ജോസഫ്, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ എന്നിവരാണ് ഈ 2 വനിതാ നേതാക്കൾ. ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവാണ് സോയ ജോസഫ്. കുന്നംകുളം മണ്ഡലത്തിലെ ജനകീയ വനിതാ നേതാവും കൂടിയാണ് ഈ സ്വപ്ന രാമചന്ദ്രൻ. ഇവരിൽ ഒരാൾ UDF സ്ഥാനാർത്ഥിയാകും. ഇനി LDF സ്ഥാനാർത്ഥി സാധ്യത പരിശോധിച്ചാൽ LDFിന് വേണ്ടി CPM പരിഗണിക്കുന്നത് 2 മുതിർന്ന നേതാക്കളെയാണ്. മുൻ ആലത്തൂർ MP PK ബിജു, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. മുൻ MP എന്ന നിലയിൽ കുന്നംകുളത്ത് ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള ഒരു നേതാവാണ് PK ബിജു. കുന്നംകുളം ഏരിയ സെക്രട്ടറിയായും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റായും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ബാലാജി. ഇവരിൽ ഒരാൾ പോരിനിറങ്ങും. BJP സാധ്യതകൾ പരിശോധിച്ചാൽ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്നിവരെയും പരിഗണിക്കുന്നു. BJPക്ക് കൃത്യമായ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ കുന്നംകുളം. ചെങ്കോട്ട നിലനിർത്താൻ LDFും കോട്ട പിടിച്ചെടുക്കാൻ UDFും ഇറങ്ങുമ്പോൾ കുന്നംകുളം പോരിനായി നമുക്ക് കാത്തിരിക്കാം.